എം പിക്ക് ആക്ച്വലി ഈ സ്ഥലത്തിന്റെ ജിയോഗ്രാഫിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിന് അറിയില്ല. ഇത് എങ്ങനെയുള്ള ഒരു പ്രദേശമാണ്, ഇതിന്റെ ഏതെല്ലാം സൈഡ് ഫോറസ്റ്റ് ആണെന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കുറ്റക്കാരനല്ല, ഞാൻ കുറ്റപ്പെടുത്തൂല. ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നം സാറെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുക്കണം, എന്റെ നാട് ഇന്നൊരു സ്ഥലത്താണുള്ളത്, നിങ്ങളുടെ മണ്ഡലം ഈ ഒരു പ്രദേശത്താണുള്ളത്, ഈ അപകടം നടന്ന ഇങ്ങനെയുള്ള സ്ഥലത്താണെന്ന് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല, പക്ഷെ നമുക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ വരുന്ന വ്യക്തിയെ കോമാളിയാക്കുന്ന രീതി ചെയ്യരുത്. അദ്ദേഹത്തിന് അറിയില്ല ഇതിന്റെ 3 സൈഡ് ഫോറസ്റ്റ് ആണ്, 2 സൈഡ് ഫെൻസിംഗ് ഇല്ലാതെ നടക്കുന്ന ഏരിയയാണ്, ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയില്ല എന്നറിയുന്നില്ല. ഈ വന്ന അറ്റാക്ക് ചെയ്ത ആനയുടെ ബയോഡാറ്റ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാന്ന് പറയുന്നു. നമ്മളൊരാളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ അവരുടെ ഇടത്തും വലത്തും തോളിയാരി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പറഞ്ഞു കൊടുക്കണം, സാർ ഇതാണ് പ്രശ്നം, നമ്മൾ ഇതിന് സൊല്യൂഷൻ ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ ഉറപ്പാണ് നമ്മൾ നൽകേണ്ടത് പറയണം. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? ശരിക്കും ഒരു നിമിഷം അദ്ദേഹം ഈ വണ്ടി ഇവിടെ നിർത്തി സംസാരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമാകുമായിരുന്നു. ജനങ്ങൾ ആ വ്യക്തിയുടെ മേലെ കാറി തുപ്പിയാണ്. അദ്ദേഹം കുറ്റക്കാരനല്ല. അദ്ദേഹം അന്യനാട്ടിലുള്ള വ്യക്തി, ഈ നാട്ടിൽ ചിലപ്പോൾ ആദ്യമായിരിക്കും ഈ മണ്ഡലത്തിൽ ഈ വഴിക്കൂടെ വരുന്നത്. അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാരാ, അല്ലാണ്ട് മിണ്ടാതെ പറയാതെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ തയ്യാറില്ല. കാരണം അദ്ദേഹത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല കാര്യം എന്താന്ന്, ജനങ്ങൾ എന്തിനാ ഒച്ചയെടുക്കുന്നതെന്ന്. അദ്ദേഹത്തിനോട് പറയണം, ജനങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ നടത്തണം, ജനങ്ങളോട് അവരുടെ പ്രശ്നം മനസ്സിലാക്കണം. എന്തിനാ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ജനങ്ങളെ സേവിക്കാനാണ്, അല്ലാണ്ട് സ്വയം വളരാനല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ശ്രദ്ധപ്പെടുത്തി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ നാട്ടില് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലാതായിരിക്കാം ചിലപ്പോൾ UP ബീഹാർ അങ്ങനെയുള്ള സൈഡിൽ നീൽഗായ് എന്ന് പറഞ്ഞൊരു മൃഗമുണ്ട്. അതായത് നമ്മുടെ മാനിന്റെ ഒരു 3 ഇരട്ടി വരുന്ന മൃഗ. അത് തോട്ടങ്ങളിൽ, അതായത് ഈ ഗോതമ്പ് വയലിലൊക്കെ ഇറങ്ങി അത് തിന്നു നശിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് കൂട്ടത്തോടെ വെടിവെക്കാൻ ഗവൺമെന്റ് ഓർഡർ ഇട്ടു. വെടിവെച്ച് JCB ഉപയോഗിച്ച് കുഴി എടുത്താലും കുഴിച്ചു മൂടി. നമ്മുടെ കാട്ടുപന്നീനേക്കാളും ഭീകരനല്ലത്. അങ്ങനെ നിയമം ഉണ്ടാക്കിയാണ് നോർത്ത് ഇന്ത്യയിൽ. നമ്മുടെ ഇവിടെ ഒരു മാനോ അല്ലെങ്കിൽ ഒരു പന്നി അല്ലെങ്കിൽ ഒരു ആന ഇറങ്ങി കഴിഞ്ഞാൽ ഓടിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. അന്ന് നാട്ടിൽ അവിടുത്തെ ഓർഡർ നമുക്ക് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ എല്ലായിടത്തും നിയമം വരും. ഇപ്പൊ ഈ 3 സൈഡിലും അപ്പൊ ഈ വൈൽഡ് ലൈഫിന്റെ ഏരിയയിൽ നിന്നും ഈ കാട്ടിക്കുളം സൈഡിൽ നിന്നും വരുന്ന മൃഗങ്ങളെല്ലാം സൂപ്പറായിട്ടും കയറി വരുവാണ്. അവർ എക്സ്പ്രസ് വേ പോലാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു രാത്രി ഇവിടെ ഒരു 3-4 റൗണ്ട് ഇങ്ങോട്ട് പോയി എത്ര മാൻ ക്രോസ് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ടെന്ന്. ഒരു സാധനം നട്ടാ അതിനെ മുളയ്ക്കാൻ സംഭവിക്കില്ല. ഇതിനെന്ത് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ. കറക്റ്റ് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കട്ടെ, കടക്കാൻ അവിടെ വെച്ച് തടയട്ടെ. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് കയറുന്ന എന്തിനാണ്? ആനകൾ സ്ഥിരം വരുന്ന ഒരു ഫെൻസിംഗ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. 2016-17 തുടങ്ങി ആ ഫെൻസിങ് ഇതേവരെ ഈ 2023 അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ സാങ്കേതിക വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ ചോദിച്ചാലും കൃത്യമായിട്ട് പറയുന്നില്ല. ഈ ജനങ്ങളുടെ ജീവന് പുല്ലുവിലയാ. ഇവിടെ മൃഗങ്ങൾ വരുന്ന അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഫോറസ്റ്റുകാരോട് ഓർഡർ ഇടുന്നു. ഈ താഴെക്കടയിലുള്ള ഫോറസ്റ്റ് ഓഫീസർ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? ഒരു റേഞ്ച് ഓഫീസറിന്റെ താഴെയുള്ള ഒരു ഫോറസ്റ്റുകാരന് എന്ത് ചെയ്യാൻ കഴിയുന്ന പറയുന്നത്? വടിയും പടക്കവും ഒരു സിഗരറ്റ് ലാമ്പുമായിട്ട് വിടും, പടക്കം എറിഞ്ഞ് ഓടിച്ചോളാൻ പറയും. അങ്ങനെയാണോ മൃഗങ്ങൾ നേടേണ്ടത്? എന്ത് ജീവൻ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഈ ഫോറസ്റ്റുകാർ ഇറങ്ങുന്നത്? ഇപ്പൊ 9 ദിവസമായി ഈ വേലൂർ മകനന്റെ കേസും പറഞ്ഞു നടക്കുന്നു. എന്തിന് ഇപ്പൊ ഇപ്പൊ അടുത്ത ലാസ്റ്റ് കാര്യം പറയാം. നമ്മുടെ പോളേട്ടൻ ആക്സിഡന്റ് ആനയുടെ അക്രമത്തിൽ പരിക്കേറ്റപ്പോ എയർ ആംബുലൻസിന് വേറെ ഒരു VIP ട്രാവൽ ചെയ്യുന്ന ഒരു ആംബുലൻസ്, 4 സീറ്റർ ആംബുലൻസ് വന്നു. എയർ ആംബുലൻസ് അല്ല, അത് 4 സീറ്റർ ഹെലികോപ്റ്റർ വന്നു. അത് കോയമ്പത്തൂരിന് മംഗലാപുരം അവിടെ നിന്ന് വന്നു. ആ സാധനം ഇത്രയും തിരക്ക് കാണിച്ചു. ഒരു പേഷ്യന്റ് ആണ് പോകുന്നത്, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളതാണെന്നറിയാം, അതിൽ ക്യാരി ചെയ്യാൻ കഴിയില്ലെന്നറിയാം, എന്നിട്ടും അത് അയച്ചു. ഓക്കെ, അതേ മിഷൻ ഈ 9 ദിവസമുള്ള മിഷനിൽ നമ്മളെല്ലാവരും കാണുന്നത്, ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. നാഷണൽ ജിയോഗ്രാഫിക്കും വേൾഡ് ലെവലിലുള്ള ചാനൽ എല്ലാം കാണാം. നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ ഡാറ്റ് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഈ 9 ദിവസം ഇവിടെ മേളം കെട്ടുന്ന ചിലവൊന്നും വരില്ലല്ലോ. വരുമോ? ഗവൺമെന്റ് അതിന് താല്പര്യം എടുക്കണം. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൂടെയുള്ള നേതാക്കന്മാരും ഇവരുള്ളവർ പറഞ്ഞു കൊടുക്കണം, സാർ നമ്മൾ ഇതല്ല ചെയ്യേണ്ടത്, ഈ 10-15 ദിവസം ഡ്രാമ നീട്ടുമല്ല വേണ്ടത്, ഒറ്റ ദിവസം കൊണ്ട് പരിപാടി ക്ലോസ് ചെയ്യണം. ഇവിടെ എഫിഷ്യന്റ് ആയ ഓഫീസേഴ്സ് ഇല്ലാത്തതുകൊണ്ടോ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടോ അല്ല, നമ്മളത് സമയാസമയത്ത് പ്രയോഗിക്കാത്തതുകൊണ്ടാണ്.